എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നവരാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കാളവണ്ടി യുഗത്തിൽ നിന്നും കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ അറിയാം, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് മാറ്റം ആവശ്യമാണ്, അനിവാര്യമാണ്. എന്നാൽ ഇന്നും ജീവിതത്തിൽ മാറ്റമില്ലാതെ പലവിധമായ വിഷയത്തിൻ്റെ നടുവിലും മാറ്റം ആഗ്രഹിച്ചിട്ടും സാധിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരാണ് നാം. എന്നാൽ ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്കുള്ള സന്ദേശം, മാറ്റം ഉളവാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ പരിവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഉണ്ട്. നമുക്കൊരു വേദഭാഗം വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തിന് ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. നമുക്കറിയാം, ഈ വേദഭാഗം ആരംഭങ്ങളുടെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും ദൈവത്തിൻ്റെ സൃഷ്ടി എങ്ങനെയാണെന്നും ഒക്കെയാണ് നമുക്ക് ഈ അധ്യായത്തിൽ വായിക്കുവാൻ സാധിക്കുന്നത്. ദൈവം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഭൂമി പാഴും ശൂന്യമായിരുന്നു. ഒന്നാമത്തെ വാക്യത്തിനും രണ്ടാമത്തെ വാക്യത്തിനും ഇടയിൽ ഒരു വലിയ സംഭവമുണ്ട്. ദൈവത്തെക്കാൾ ഉന്നതമാകുവാൻ ശ്രമിച്ച ലൂസിഫറിനെ ദൈവം വെട്ടി താഴെയിട്ട്, അങ്ങനെ ഭൂമി പാഴും പാഴായി തീരുവാനും ശൂന്യമായി തീരുവാനും ഇടയായി തീർന്നു. അങ്ങനെ പാഴായ ശൂന്യമായി തീർന്ന ഭൂമിയിൽ ദൈവം വീണ്ടും ഒരു സൃഷ്ടിപ്പ് അവിടെ നടത്തുവാനിടയായി തീർന്നു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഈ പാഴായ അവസ്ഥയിൽ, ശൂന്യമായ അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇന്ന് പകൽ ജീവിതം ശൂന്യമായി, ജീവിതത്തിൽ ഇനിയൊരു പ്രതീക്ഷയുമില്ലാതെ, ജീവിതത്തിൽ എല്ലാം ഇരുളടഞ്ഞ ഒരു മണ്ഡലത്തിൽ ആയിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പാഴായ അവസ്ഥയെ മാറ്റാൻ, പാഴായ ജീവിത സാഹചര്യങ്ങളെ മാറ്റാൻ, പാഴായിരിക്കുന്ന അവസ്ഥകളെ മാറ്റി പുത്തൻ പ്രതീക്ഷകൾ പകരുവാൻ, പുത്തൻ ഉണർവ് പകരുവാൻ, പുത്തൻ വഴികളെ തുറക്കുവാൻ എൻ്റെ കർത്താവ് മതിയായ ദൈവമാണ്. ഇവിടെ പറയുന്നു, പാഴായ അവസ്ഥയുടെ മേൽ, ശൂന്യമായ അവസ്ഥയുടെ മേൽ ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇന്ന് പകലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിനു വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഈ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചതുപോലെ ഇന്നും പരിവർത്തിക്കുന്ന, മാറ്റങ്ങൾ ഉളവാക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവം ചിലത് കൽപ്പിക്കുക, ഉണ്ടാകട്ടെ. അപ്പോൾ പരിവർത്തനത്തിനകത്ത് ചിലതുളവായി വരും. ഈ പകൽക്കാലം നിൻ്റെ ഭവനം ഇരുളടഞ്ഞ അവസ്ഥയാണെങ്കിൽ, നിൻ്റെ തലമുറയുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെട്ടു ജീവിക്കുന്നൊരു ദൈവവൈതലാണെങ്കിൽ, ജോലി സംബന്ധമായ മേഖലകളിൽ ഇരുളടഞ്ഞ അവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ,
വിദ്യാഭ്യാസ സംബന്ധമായി ഇരുളടഞ്ഞ ഒരവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ, സാമ്പത്തിക മേഖലകളിൽ ഒരിരുട്ടവസ്ഥയിൽ നീ കിടക്കുകയാണെങ്കിൽ, ഈ പകൽ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവസന്നിധി മുട്ടുമടക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പരിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, പരിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, മാറ്റം ഉളവാക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഈ പകൽ ചിലത് പുതിയത് ഉളവായി വരുന്നത് പോലെ, ചില പുതുവഴികൾ തുറന്നു വരുന്നത് പോലെ, ചില പുതിയ വാതിലുകൾ തുറന്നു വരുന്നത് പോലെ, ചില പുതിയ ഓപ്പണിങ്ങുകൾ തുറന്നു വരുന്നത് പോലെ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇരുളടഞ്ഞ അവസ്ഥയിൽ ജീവിതമായിരിക്കുമ്പോൾ ചില പുത്തൻ പ്രതീക്ഷകൾ പകർന്ന്, പുത്തൻ വെളിച്ചം പകർന്ന് എൻ്റെ ജീവിതത്തെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ എൻ്റെ കർത്താവ് മതിയായ ദൈവമാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. അവിടെ പറയുന്നു, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു, വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിൻ്റെ രാത്രിയെന്ന് പേരിട്ട് സന്ധ്യോഷസ്സുമായി 1-ാം ദിവസം. ഈ പകൽക്കാലം ചില പുത്തൻ പ്രതീക്ഷ, ഇരുട്ടിനെ മാറ്റി, ഇരുളടഞ്ഞ അവസ്ഥയെ മാറ്റി, ചില പുത്തൻ പ്രതീക്ഷകൾ പകർന്ന് ഒരു പുതിയ അധ്യായം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ, പുതു വഴികളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുന്ന ആത്മാവാണ്, മാറ്റമുളവാക്കുന്ന ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റമുളവാക്കിയാൽ അത് ഭവനത്തിന് വിടുതലാകും, അത് തലമുറയ്ക്ക് വിടുതലാകും, അത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് വിടുതലാകും. ശാരീരിക രോഗങ്ങളാൽ ഭാരപ്പെടുന്നൊരു വ്യക്തിയാണോ? ശാരീരിക രോഗങ്ങളാൽ നിരാശപ്പെടുന്നൊരു വ്യക്തിയാണോ? പല വൈദ്യന്മാരിൽ ആശ്രയിച്ചിട്ട് സൗഖ്യമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ മാറ്റം ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് അടിവരയിടുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.